ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് വോൾട്ടേജ് റെഗുലേറ്റർ IC. സോ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്താണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിലൊക്കെ പഠിച്ചതാണ്. ഈ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്ന നമ്മുടെ റെഗുലേറ്റർ പവർ സപ്ലൈയിൽ റെക്ടിഫയർ കഴിഞ്ഞ് ഫിൽറ്റർ കഴിഞ്ഞ് അടുത്തൊരു ബ്ലോക്കാണ് വോൾട്ടേജ് റെഗുലേറ്റർ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ വോൾട്ടേജ് റെഗുലേറ്റർ എന്തിനാണ്, അതിന്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഇൻ കേസ് ഇനി ലോഡ് കറണ്ടിലോ ടെമ്പറേച്ചറിലോ AC ലൈനിലോ ഇൻപുട്ട് ലൈനോ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടായാൽ അതിനെ ഒന്ന് അഫക്റ്റ് ചെയ്യാതെ ഔട്ട്പുട്ടിൽ ഒരു സ്റ്റേബിൾ DC വോൾട്ടേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുക. ആ ഡെഫിനിഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അത് തന്നെയാണ്. A voltage regulator is an electronic circuit that provides a stable DC voltage if there are any these changes. Okay, അതാണ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സീരീസ് ആൻഡ് സ്വിച്ചിങ്. ഈ സീരീസിലായാലും സ്വിച്ചിങ്ങിലായാലും നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ഈ സീരീസ് റെഗുലേറ്ററിൽ ട്രാൻസിസ്റ്റർ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഇടയ്ക്ക് സീരീസ് ആയിട്ട് പ്ലേസ് ചെയ്യും. സോ ആ ട്രാൻസിസ്റ്റർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസിസ്റ്ററിന്റെ കണ്ടക്ടൻസ് കൂടുകയും കുറയുകയും ചെയ്യും. സോ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ സീരീസ് റെഗുലേറ്ററിൽ അങ്ങനെയല്ല, സ്വിച്ചിങ് റെഗുലേറ്ററിൽ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ട്രാൻസിസ്റ്റർ ഹൈ ഫ്രീക്വൻസി ആയിട്ട് സ്വിച്ച് ചെയ്യും. സോ സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓൺ ഓഫ് ആവുന്നതിനനുസരിച്ചിട്ട് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് കറണ്ട് ഫ്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതുവഴി വോൾട്ടേജ് നമുക്ക് കൺട്രോൾ ചെയ്യിപ്പിക്കാൻ സാധിക്കും. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് റെഗുലേറ്റർ IC ആണ്. സോ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ IC റെഗുലേറ്റേഴ്സ് എല്ലാം ഡിസ്ക്രീറ്റ് കമ്പോണൻസിന് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ICs എല്ലാം അവൈലബിൾ ആണ്. സോ ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റർ IC നമ്മൾ ലാബിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് 78XX സീരീസും 79XX സീരീസും ആണ്. ഓക്കെ, ആദ്യം 78XX സീരീസ് നമുക്ക് നോക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. 78 ആയാലും 79 ആയാലും രണ്ടും സെയിം തന്നെയാണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ 78 സീരീസ് ആദ്യം നമുക്ക് നോക്കാം. 78 സീരീസ് എന്ന് പറയുന്നത് ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. അത് പോസിറ്റീവ് ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അത് 3 ടെർമിനലായി, പക്ഷെ പോസിറ്റീവ് ഫിക്സഡ് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് തരിക. അത് 7 ഔട്ട്പുട്ട് വരെ തരുന്ന വേരിയന്റ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് 5 വോൾട്ട്, 6 വോൾട്ട്, 8, 15, 18 and 24 ഇത്രയും വേരിയന്റ് ഉള്ള ഔട്ട്പുട്ട് തരുന്ന റെഗുലേറ്റേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇനി 78XX സീരീസിലെ ലാസ്റ്റ് XX എന്താണെന്ന് നോക്കാം. സോ ലാസ്റ്റ് 2X എന്ന് പറയുന്നത് അത് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് കാണിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. ഈ 78XX 7815 IC ആണെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് വരുന്ന 2 ഡിജിറ്റ് ആയിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുക. സോ 7815 IC ആണെന്നുണ്ടെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ഗീവ് +15 ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടുക. സപ്പോസ് 7805 IC ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഗീവ് 5 വോൾട്ട് ഔട്ട്പുട്ട്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് 79XX സീരീസും. ഇത് എന്ന് പറയുന്നത് നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് തരിക. അതായത് 7915 IC ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് റെഗുലേറ്റർ IC വിൽ സപ്ലൈ -15 വോൾട്ട് അറ്റ് ഔട്ട്പുട്ട്. സോ 78 സീരീസ് എന്ന് പറയുന്നത് പോസിറ്റീവ് വോൾട്ടേജും 79 സീരീസ് എന്ന് പറയുന്നത് നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും തരിക. രണ്ടായാലും 3 പിൻ തന്നെയാണ്. ഓക്കെ, സോ 78XXന്റെ ഒരു IC ഇങ്ങനെ വരും. ഓക്കെ, ഇൻപുട്ട് ഒരു കപ്പാസിറ്റർ കൊടുത്തേക്കും Cin, ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്റർ കൊടുത്തേക്കും CO. സോ ദ പർപ്പസ് ഓഫ് Cin എന്ന് പറഞ്ഞാൽ Cന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.33 മൈക്രോഫാരഡ് ഇമിഷൻ നമ്മൾ ഉപയോഗിക്കുക. ദ പർപ്പസ് എന്ന് പറയുന്നത് ക്യാൻസൽ ദ ഇൻഡക്റ്റീവ് എഫക്ട് ഡ്യൂ ടു ലോങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലീഡ്സ്. ഈ ICയുടെ വയർ കാരണം, ഈ ICയുടെ ലീഡ്സ് കാരണം എന്തെങ്കിലും ഇൻഡക്റ്റീവ് എഫക്ട് ഉണ്ടെങ്കിൽ അവരെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഇൻപുട്ട് കപ്പാസിറ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഔട്ട്പുട്ട് കപ്പാസിറ്റർ ആണ് C0. അതിന് വാല്യൂ എന്ന് പറയുന്നത് 1 മൈക്രോഫാരഡ് ആയിരിക്കും. ഇവിടെ പറയുന്നുണ്ട് the output capacitor C0 usually value is 1 microfarad and the purpose is that it improve the transient response. ഔട്ട്പുട്ടിന്റെ റെസ്പോൺസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് കപ്പാസിറ്റർ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റർ. 78 സീരീസ് ആവാം, 79 സീരീസ് ആവാം, രണ്ടായാലും 3 പിൻ IC ആണ്. 78 സീരീസ് ആണെങ്കിൽ പോസിറ്റീവ് റെഗുലേറ്റർ ആണ്, 79 സീരീസ് ആണെങ്കിൽ നെഗറ്റീവ് റെഗുലേറ്റർ ആണ്. സോ ഇതാണ് ഒരു 7805 IC എന്ന് പറഞ്ഞാൽ 7805 ലാസ്റ്റ് 2 ഡിജിറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. സോ 7805 ആണെങ്കിൽ ഈ IC നമുക്ക് ഔട്ട്പുട്ടിൽ 5 വോൾട്ട് നമുക്ക് തരും. ഓക്കെ, സോ അങ്ങനെയുള്ള ആ ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്ററിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇറ്റ് വിൽ ബി ഫിക്സഡ്.
അത് മാനുഫാക്ചേഴ്സ് പറയുന്ന ആ സ്പെസിഫൈ ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ട് നമ്മൾ കിട്ടും. പിന്നെ ഇൻപുട്ട് വോൾട്ടേജ് ഷുഡ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലസ് 2 വോൾട്ട്. അതായത് സപ്പോസ് 5 വോൾട്ട് റെഗുലേറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 5 പ്ലസ് 2 വോൾട്ട്, അതായത് 7 വോൾട്ട് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം എന്നാ പറയണേ. ഓക്കെ, 15 വോൾട്ട് ആണെങ്കിൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻപുട്ടിൽ 15 പ്ലസ് 2, അതായത് 17 വോൾട്ട് എങ്കിലും ആ ഐസിയുടെ ഇൻപുട്ടിൽ ഉണ്ടായിരിക്കണം എന്നാ പറയണേ. സോ ഔട്ട്പുട്ട് കറണ്ട് ആണ് I0, മൂന്നാമത്തെ I0 കേര. I0 എന്ന് പറയുന്നത് അത് 0 മുതൽ മാക്സിമം റേറ്റഡ് ഔട്ട്പുട്ട് കറണ്ട് വരെ ഐസി തരും. പിന്നെ ഐസിയുടെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് തെർമൽ ഷട്ട് ഡൗൺ ഉണ്ട്. അതായത് ഈ ഐസിക്കകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. ദാറ്റ് സെൻസർ വിൽ സെൻസ് ദ ടെമ്പറേച്ചർ ആൻഡ് ഇഫ് ദ ടെമ്പറേച്ചർ ഗോയിങ് ടു വെരി ഹൈ ഓട്ടോമാറ്റിക്കലി ഐസി അങ്ങ് ഷട്ട് ഡൗൺ ആയിക്കോളും. ഈ 4 ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് തെർമൽ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് ലൈൻ റെഗുലേഷൻ അഥവാ ഇൻപുട്ട് റെഗുലേഷൻ. നിങ്ങൾക്കറിയാം, ഡെഫിനിഷൻ നിങ്ങൾക്കറിയാം. ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ എ ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജിലെ ചേഞ്ച് കാരണം എന്തോരം ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് സംഭവിക്കുന്നു എന്ന് കാണിക്കുന്ന പാരാമീറ്റർ ആണ് ലൈൻ റെഗുലേഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് റെഗുലേഷൻ. യൂഷ്വലി മില്ലി വോൾട്ടിലാണ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുക. നമ്മുടെ 7-8 സീരീസ് ആണെന്നുണ്ടെങ്കിൽ ആഴ്ച 3 മില്ലി വോൾട്ടുമാണ് നമ്മളെ ലൈൻ റെഗുലേഷൻ എന്ന് പറയുന്നത്. സിമിലർലി ലോഡ് റെഗുലേഷൻ എന്താണെന്ന് നോക്കാം. The change in the output voltage for a change in load current. ലോഡ് കറന്റ് ഉണ്ടാകുന്ന വേരിയേഷൻ കാരണം എന്തോരം ഔട്ട്പുട്ട് വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവുന്നു എന്ന് കാണിക്കുന്നതാണ് ലോഡ് റെഗുലേഷൻ. സിമിലർലി ഇതും മില്ലി വോൾട്ട് നമ്മൾ സാധാരണ കാണിക്കുക. 7-8 സീരീസ് ഐസി ആണെന്നുണ്ടെങ്കിൽ അതിന് 15 മില്ലി വോൾട്ട് ആയിരിക്കും നമ്മൾ സാധാരണ ലോഡ് റെഗുലേഷൻ ആയിട്ട് പറയുക. ദെൻ റിപ്പിൾ റിജക്ഷൻ. റിപ്പിൾ റിജക്ഷൻ എന്ന് പറയുന്നത് അതിന് എന്തോരം റിപ്പിൾസിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിവുണ്ട്. റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് റിപ്പിൾ വോൾട്ടേജ് ആണ് റിപ്പിൾ റിജക്ഷൻ എന്ന് പറയുന്നത്. അത് യൂഷ്വൽ ഡി ബിയിലാണ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുക. ഈ 7-8 എക്സസ് എന്ന് പറയുന്നത് സീരീസിന് 78 dB, അത് വലിയ എമൗണ്ട് ആണ്. 78 dB എന്ന് പറയുന്നത് അത്രയും ഹൈ റിപ്പിൾ റിജക്ഷൻ ആണ് നമ്മളെ ഈ സീരീസിനെ നമുക്ക് ഉള്ളത്. സോ നമ്മൾ ഇത്തരം ഫിക്സഡ് വോൾട്ടേജ് നമ്മൾ നോക്കി. ചിലപ്പോൾ ചില പർപ്പസിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് റെഗുലേറ്റ് ചെയ്യിപ്പിക്കുക, അതായത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, എങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് ഒരു ഫിക്സഡ് 7-8 7-9 സീരീസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫിക്സഡ് റെഗുലേറ്റർ ആയിരിക്കും. ഇതിൽ ഈ R1 R2 എന്ന് പറഞ്ഞ പോർട്ടാണ്. ഈ R1 ഇങ്ങനെ പൊട്ടൻഷ്യൽ ഡിവൈഡർ അറേഞ്ച്മെന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിന്റെ വോൾട്ടേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്ന് പറഞ്ഞാൽ സം ഓഫ് VR എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഫറൻസ് വോൾട്ടേജ് ആണ്. 7805 IC ആണെങ്കിൽ 5 വോൾട്ട് ആയിരിക്കും നമ്മുടെ റെഫറൻസ് വോൾട്ടേജ്. 7815 IC ആണെന്നുണ്ടെങ്കിൽ 15 വോൾട്ട് ആയിരിക്കും നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ VR-ഉം ഈ പോർട്ടിനെ അക്രോസുള്ള വോൾട്ടേജ് ഈ പോർട്ടും കൂടി ചേരുമ്പോഴത്തേക്കും നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടുക അല്ലേ. സോ VR എന്ന് പറഞ്ഞാൽ V0 എന്ന് പറഞ്ഞാൽ VR പ്ലസ് V പോർട്ടാണ്. V പോർട്ട് നോക്കേ, ഈ പോർട്ടിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്ര വരും? സോ ഈ പോർട്ടിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പോർട്ടിൽ കൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു ഈ R2 ആയിരിക്കും അക്രോസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. പോർട്ടിൽ കൂടെ എന്തൊക്കെ കറണ്ട് പോകുന്നുണ്ട്? ഈ IR എന്നുള്ള കറണ്ട് പോകുന്നുണ്ട്, IQ എന്നുള്ള കറണ്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ IQ പ്ലസ് IR ഇൻറ്റു ഈ R2 ആയിരിക്കും ഇവിടുത്തെ V പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വി പോർട്ടിന് വരും IQ പ്ലസ് IR ഇൻറ്റു R2. ഈ ബ്രാക്കറ്റ് മാറ്റുക. VR ഇവിടെ തന്നെയുണ്ട്, IQ ഇൻറ്റു R2 ഇവിടെയുണ്ട്. ദെൻ IR1 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ IR1. ഈ IR1 എന്ന് പറയുന്നത് ഈ VR ബൈ R1 ആയിരിക്കും നമ്മൾ IR1 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തു. ഓക്കെ, ദെൻ ഇവിടെ R അല്ല R2 ആണേ. ദെൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 പ്ലസ് R2 ബൈ R1 ഇൻറ്റു VR പ്ലസ് IQ ഇൻറ്റു R2 എന്നിട്ട് ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ പറയുക. യൂഷ്വലി IQ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്ലോട്ടിംഗ് കറണ്ട് ആണ്. നമ്മൾ ഗ്രൗണ്ടിൽ വരുന്ന ഗ്രൗണ്ട് നമ്മൾ ഫ്ലോട്ടിംഗ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. വളരെ കുറഞ്ഞ വാല്യൂ ആയിരിക്കും നമ്മൾ സാധാരണ വരിക. ഓക്കെ, സോ ഈ IQന്റെ എഫക്റ്റ് നള്ളിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ R2വിന്റെ വാല്യൂ നമ്മൾ ഏറ്റവും മിനിമം ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ IQന്റെ R2 എന്ന് പറയുന്ന ടൈം നമുക്ക് കളയാൻ പറ്റും. യൂഷ്വലി നമ്മൾ V0 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് R2 ബൈ R ഇൻറ്റു VR മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇതിന്റെ വാല്യൂ വളരെ കുഞ്ഞായിരിക്കും. കാരണം നമ്മൾ R2 കൂടി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും വളരെ കുഞ്ഞു വാല്യൂ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ IQന്റെ R2 വാല്യൂ നമുക്ക് മാറ്റാൻ പറ്റും. പകരം 1 പ്ലസ് R2 ബൈ R1 ഇൻറ്റു VR നമുക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. സപ്പോസ് ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ R1 R2 ഈ R1 R2 രണ്ടിന്റെയും വാല്യൂ 1K ആയിട്ട് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ 1 പ്ലസ് R2 ബൈ R1 ഈ R2 1K ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ രണ്ടും സെയിം ആണ് അല്ലെ. സോ 1 പ്ലസ് 1 2 ഇൻറ്റു VR. ഓക്കെ, സപ്പോസ് നമ്മുടെ റെഫറൻസ് വോൾട്ടേജ് 5 ആണെന്നുണ്ടെങ്കിൽ 5 ഇൻറ്റു 2 അതായത് 10 വോൾട്ടായി എനിക്ക് ഔട്ട്പുട്ട് കിട്ടുക.
ഇത് 7805 IC ഞാൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ R1 R2ന്റെ വാല്യൂ ഞാൻ സെയിം ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 + R2/R1 × VR എന്ന് പറഞ്ഞ ഇക്വേഷൻ പ്രകാരം എനിക്ക് 10 വോൾട്ടായി എനിക്ക് ഔട്ട്പുട്ട് എനിക്ക് കിട്ടുക. സോ എനിക്ക് ഈ R2ന്റെ വാല്യൂ, ഇത് പോർട്ട് എന്ന് പറഞ്ഞ പോർട്ടാണ്, ഈ പോർട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ R2ന്റെ വാല്യൂ മാറും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ നേരത്തെ നോക്കിയ ആ ഫിക്സഡ് വോൾട്ടേജ് ICക്ക് രണ്ട് ഡ്രോബാക്ക് ഉണ്ട്. അതെന്താണ് നമുക്ക് നോക്കണം. കാരണം വെച്ചാൽ അതിൻ്റെ അകത്ത് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഒന്നുമില്ല, കൂടാതെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഈ രണ്ട് ഡ്രോബാക്ക് ഒഴിവാക്കാനായിട്ട് ആണ് നമ്മൾ IC723 എന്ന് പറയുന്ന ഒരു ജനറൽ പർപ്പസ് റെഗുലേറ്റർ IC നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞ രണ്ട് ഡ്രോബാക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ IC723 ഉപയോഗിക്കുകയാണെങ്കിൽ മേൽ പറഞ്ഞ രണ്ട് ഡ്രോബാക്സ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഈ ICയുടെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അതെന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന്റെ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 9.5 to 40 വോൾട്ടേജ് നമുക്ക് കൊടുക്കാൻ പറ്റും. ദെൻ റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത് 2 to 37 വോൾട്ട് വരെ നമുക്ക് ഔട്ട്പുട്ട് റെഗുലേറ്റ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ആദ്യം പറഞ്ഞ ഇൻപുട്ട് വോൾട്ടേജ്, സെക്കൻഡ് പറഞ്ഞ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് കറണ്ട് അല്ലെങ്കിൽ ലോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ 150 മില്ലി ആംപിയർ വരെ നമുക്ക് കിട്ടും. ഓക്കെ, ഈ 150 മില്ലി ആംപിയറിനെ നമുക്ക് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10 ആംപിയർ ആയിട്ട് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ അവസാനം പറയുന്നുണ്ട് എങ്ങനെയാണ് കൂട്ടുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ ഇത് തന്നെ പോസിറ്റീവും നെഗറ്റീവും സപ്ലൈ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പവർ ഡെസിപ്പേഷൻ 800 മില്ലി വോൾട്ട് ആണ്. ഇതിന് ഷോർട്ട് സർക്യൂട്ട് ബിൽറ്റ് ആയിട്ട് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഡിഫാൾട്ട് ആയിട്ട് ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ ടെമ്പറേച്ചർ ഡ്രിഫ്റ്റ് വളരെ കുറവാണ്. പിന്നെ ഹൈ റിപ്പിൾ റിജക്ഷൻ ആണ്. ഇതിന്റെ IC723യുടെ ഇന്റേണൽ ഫംഗ്ഷൻ ബ്ലോക്ക് ഡയഗ്രം നമുക്ക് നോക്കാം. ഈ ഫംഗ്ഷൻ ബ്ലോക്ക് തന്നെ നമുക്ക് രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത്. ഇത് സെക്ഷൻ 1, ഇത് സെക്ഷൻ 2. ഓക്കെ, ഈ സെക്ഷൻ 1ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു സെനർ റെഗുലേറ്റർ ഉണ്ട്, ഒരു ആംപ്ലിഫയർ ഉണ്ട്. ഈ മൂന്നും കൂടി എന്ത് ചെയ്യും, വർക്ക് ചെയ്ത് 7.15 7 വോൾട്ട് അല്ല 7.15 എന്ന് പറയുന്ന ഒരു റെഫറൻസ് വോൾട്ടേജ് ഈ സ്റ്റേജ് 1 നമുക്കിവിടെ തരും. ഈ സ്റ്റേജ് 2ൽ നോക്കി, സ്റ്റേജ് 2ൽ ഒരു എറർ ആംപ്ലിഫയർ ആണ്. അവന്റെ നോൺ ഇൻവെർട്ടിങ്ങും ഇൻവെർട്ടിംഗ് പിന്നൊക്കെ ഉണ്ട്. എറർ ആംപ്ലിഫയർ ഉണ്ട്. പിന്നെ ഒരു സീരീസ് പാസ് ട്രാൻസിസ്റ്റർ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു കറന്റ് ലിമിറ്റിംഗ് ട്രാൻസിസ്റ്റർ ഇവിടെ ഉണ്ട്. സോ ഇത് മൂന്നും കൊണ്ട് ചേരുമ്പോഴത്തേക്കാണ് നമുക്ക് സ്റ്റേജ് 2 നമുക്ക് തരിക. സോ ഒരു എറർ ആംപ്ലിഫയർ ഉണ്ട്, ഒരു സീരീസ് പാസ് ട്രാൻസിസ്റ്റർ, ദെൻ ഒരു കറന്റ് ലിമിറ്റിംഗ് ട്രാൻസിസ്റ്റർ. ഇത് മൂന്ന് ചേരുമ്പോഴാണ് സ്റ്റേജ് 2 നമുക്ക് കിട്ടുക. ഈ ICക്കകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഐസൊലേറ്റഡ് പാർട്ടായിട്ട് നമുക്ക് ഇരിക്കുക. ഓക്കെ, സോ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യണം. യൂഷ്വലി ഈ V റെഫറൻസ് എന്ന് പറയുന്നത് ഈ എറർ ആംപ്ലിഫയറിന്റെ നോൺ ഇൻവെർട്ടിംഗ് പിന്നിലോട്ട് നമ്മൾ പോവുക. സോ ICയിൽ നമ്മൾ പ്രത്യേകം നമ്മൾ എക്സ്റ്റേണൽ വയർ കൊടുത്ത് വേണം ഈ റെഫറൻസ് വോൾട്ടേജ് ഈ നോൺ ഇൻവെർട്ടിംഗ് പിന്നിലോട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അത് പിൻ ഡയഗ്രം നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 723 IC എന്ന് പറയുന്നത് 14 പിൻ IC ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഈ റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ നോൺ ഇൻവെർട്ടിംഗ് പിന്നിലോട്ട് നമ്മൾ എക്സ്റ്റേണലി നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് 5ാമത്തെ പിന്നാണ് നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് പിൻ V റെഫറൻസ് 6ാമത്തെ പിൻ. ഈ 6ാമത്തെ പിന്നിൽ നമ്മൾ എക്സ്റ്റേണൽ വയർ വഴി വേണം നമ്മൾ 5ാമത്തെ പിന്നിലോട്ട് നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും നമ്മൾ ഓരോരോ പിൻ എന്ന് പറയുന്നത്. ഓക്കെ, ശരിയായോ? ഇതില് 10ാമത്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. 1ഉം 2ഉം നമ്മൾ ഉപയോഗിക്കുന്നില്ല. 1ഉം 2ഉം 14 നമ്മൾ ഉപയോഗിക്കുന്നില്ല. 2ഉം 3ഉം എന്ന് പറഞ്ഞാൽ കറണ്ട് ലിമിറ്റും കറണ്ട് സെൻസും ആണ്. 4ഉം 5ഉം എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടിംഗ് നോൺ ഇൻവെർട്ടിംഗ് പിന്നാണ് നമ്മൾ എറർ ആംപ്ലിഫയറിന്റെ. 7ാമത്തെ പിന്നാണ് നെഗറ്റീവ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുക. 12ാമത്തെ പിന്നാണ് പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ എടുക്കുക. 9ാമത്തെ പിന്നാണ് നമ്മളെ സെനർ വോൾട്ടേജിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. 10 എന്ന് പറയുന്നത് ഔട്ട്പുട്ട്. ഓക്കെ, ഈ IC723 IC വേണമെങ്കിൽ എനിക്ക് ലോ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഔട്ട്പുട്ടിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു ഇൻപുട്ട് ലോ ആയിരിക്കണം. അതാണ് ലോ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ IC. സോ യൂഷ്വലി 5th പിൻ നോൺ ഇൻവെർട്ടിംഗ് പിൻ എന്ന് പറയുന്നത് നമ്മൾ റെഫറൻസിലോട്ട് നമ്മൾ എക്സ്റ്റേണൽ കണക്ട് ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ V റെഫറൻസിനെ R1 R2 എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ വെച്ച് ബയാസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 5th പിന്നിലോട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയോ? സോ ഇതിന്റെ ഫംഗ്ഷൻ ബ്ലോക്ക് ഡയഗ്രം വെച്ച് പറഞ്ഞ കുറച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വേറെ ഒന്നുമല്ല, ഇത് തന്നെയാണ് ഇത്. ഓക്കെ, സോ ഇവിടെ 6ാമത്തെ പിന്നിൽ നിന്ന് V റെഫറൻസ് R1 R2 ഇട്ട് ഗ്രൗണ്ട് ചെയ്ത് ദെൻ നമ്മൾ 5ാമത്തെ നോൺ ഇൻവെർട്ടിംഗ് പിന്നിലോട്ട് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ റെഫറൻസ് വോൾട്ടേജ്. R1 R2 ഇട്ട് നമ്മളെ നോൺ ഇൻവെർട്ടിംഗിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, ദെൻ നമ്മുടെ എറർ ആംപ്ലിഫയറിന്റെ ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്താ വരുന്നത് നോക്കി. ഇൻവെർട്ടിംഗ് പിൻ എന്ന് പറയുന്നത്
ഫീഡ്ബാക്ക് ആണ്. അത് ഔട്ട്പുട്ടിന്റെ അടുത്ത് ഫീഡ്ബാക്ക് ചെയ്താണ് നമ്മൾ ഇൻവേർട്ടിംഗ് പിന്നിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, നോക്കുക. സോ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ സപ്പോസ് നമ്മുടെ വോൾട്ടേജ് കൂടുകയാണെന്നിരിക്കട്ടെ. സപ്പോസ് നമ്മുടെ വോൾട്ടേജ് കൂടിപ്പോയി, ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഹൈ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് ഇൻവേർട്ടിങ്ങിലോട്ട് വരും. ഓക്കെ, സോ ഇൻവേർട്ടിംഗ് എന്ത് ചെയ്യും? നോൺ ഇൻവേർട്ടിംഗ് നമ്മൾ കമ്പയർ ചെയ്യും. ഇൻവേർട്ടിംഗ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എറർ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് കുറയും. ഔട്ട്പുട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ ബേസിലോട്ടാ പോവാ. ഈ ബേസിന്റെ കണ്ടക്ടൻസ് കുറയും. കണ്ടക്ടൻസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് പോകുന്ന കറണ്ട് കുറയും. സോ നമുക്ക് ഔട്ട്പുട്ടിനെ കുറയ്ക്കാൻ പറ്റും. ഇൻ കേസ് ഔട്ട്പുട്ട് കുറവാണെങ്കിൽ, മിനിമം ആണെങ്കിൽ എന്ത് ചെയ്യും? ആ കുറവ് വോൾട്ടേജ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് ഇൻവേർട്ടിങ്ങിലോട്ട് വരും. ഓക്കെ, സോ നോൺ ഇൻവേർട്ടിംഗ് ഇൻവേർട്ടിംഗ് നമ്മൾ കമ്പയർ ചെയ്യാം. ഇപ്പൊ ഇൻവേർട്ടിംഗിൽ കുറവാണ്, ഔട്ട്പുട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടിംഗ് കുറവായിരിക്കും. ഇൻവേർട്ടിംഗ് കുറവാണെങ്കിൽ എയർ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഈ ഹൈ എന്ത് ചെയ്യും? ഈ Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ കണ്ടക്ടൻസ് കൂടുതൽ കറണ്ട് ഔട്ട്പുട്ടിലോട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, സോ ഔട്ട്പുട്ടിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ 10ാമത്തെ പിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കുക. ഇതാണ് 10ാമത്തെ പിൻ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി റെഫറൻസ് ഇൻറ്റു R2 ബൈ 1 പ്ലസ് R1 പ്ലസ് R2 എന്ന് കിട്ടും. സോ ഈ IC723 ലോ വോൾട്ടേജ് റെഗുലേറ്റർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ കണക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി റെഫറൻസ് ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2 എന്നുള്ള ഇക്വേഷൻ പ്രകാരം എനിക്ക് ഔട്ട്പുട്ട് കിട്ടുക. സപ്പോസ് ഈ R1 R2ന്റെ വാല്യൂ രണ്ടും 1K ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 1/2 അല്ലെ, R2 R1 സെയിം ആയിട്ട് എടുക്കുകയാണെങ്കിൽ R1 പ്ലസ് R2 ഇവിടെ 2 വരും, 1/2 എന്ന് കിട്ടും. അതായത് വി റെഫറൻസ് ബൈ 2. സോ വി റെഫറൻസ് എത്രയായിട്ട് 7.15 ആണെന്നുണ്ടെങ്കിൽ അതേ ബൈ 2 ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് എനിക്ക്. അതായത് ഏകദേശം 3.5 വോൾട്ട് മാത്രമേ എനിക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ലോ വോൾട്ടേജ് ആയില്ലേ അല്ലെ? റെഫറൻസ് വോൾട്ടേജ് 7 ആയിരുന്നു. ഈ R1 R2 സെയിം ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 3.5 ആയിട്ട് കുറയും. അതുകൊണ്ടാണ് ഈ ലോ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയാൻ കാര്യം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഹൈ വോൾട്ടേജ് റെഗുലേറ്റർ. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നേരത്തെ ലോ വോൾട്ടേജ് ആണെങ്കിൽ 6th പിന്നിൽ നിന്ന് R1 R2 ഗ്രൗണ്ട് ചെയ്തായിരുന്നു നോൺ ഇൻവേർട്ടിംഗ് പിന്നിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ പകരം എന്ത് ചെയ്യും? ഈ R3 എന്ന് പറഞ്ഞ റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വോൾട്ടേജ്, ഈ ഒരു അറേഞ്ച്മെന്റ് 723 അറേഞ്ച്മെന്റ് ഹൈ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് മാറ്റും. ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് റെഫറൻസ് വോൾട്ടേജ് ഇൻറ്റു 1 പ്ലസ് R1 ബൈ R2. റെഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 7.15 ആണ്. നേരത്തെ പറഞ്ഞ റെഫറൻസ് വോൾട്ടേജ് 7.15 ആണെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, 7.15 ഇൻറ്റു 1 പ്ലസ് R1 പ്ലസ് R2 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നേരത്തെ പോലെ ഈ R1ന്റെയും R2ന്റെയും വാല്യൂ ഞാൻ സെയിം ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 1/1, അതായത് 1 പ്ലസ് 1 2 ഇൻറ്റു 7.15. അപ്പൊ എത്ര കിട്ടും? ഒരു 14.5 എനിക്ക് കിട്ടും. സോ റെഫറൻസ് വോൾട്ടേജ് 7.15 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഔട്ട്പുട്ട് എന്ത് കിട്ടും? 14 കിട്ടും. 14 പോയിന്റ് സംതിങ് കിട്ടും. അതായത് ടോയ്സ് ആയിട്ട് കൂടിയത്. അതാണ് ഹൈ വോൾട്ടേജ് ആണെന്ന് പറയാൻ കാര്യം. നേരത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജ് ആണെങ്കിൽ വി റെഫറൻസ് ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2 എന്നായിരുന്നു നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ. ഇവിടെ വി റെഫറൻസ് ഇൻറ്റു 1 പ്ലസ് R1 ബൈ R2 ആണ് ഔട്ട്പുട്ട് ഇക്വേഷൻ. ഇത് ഹൈ വോൾട്ടേജ്. ഓക്കെ, ദെൻ ഈ 723 ICക്ക് തന്നെ ഇൻബിൽറ്റ് ആയിട്ട് കറണ്ട് ലിമിറ്റിംഗ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. സപ്പോസ് നമ്മുടെ ലോഡ് കൂടുതൽ കറണ്ട് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? സോ അവിടെ ഈ IC കൂടുതൽ കറണ്ട് കൊടുക്കും. ഓക്കെ, ഒരു പരിധിയിൽ കൂടുതൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് ഡാമേജ് സംഭവിക്കും. ICക്ക് ഡാമേജ് സംഭവിക്കും. നമ്മളെ ലോഡ് കൂടുതൽ കറണ്ട് ഡിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ IC എന്ത് ചെയ്യും? ഇത് റെഗുലേറ്റഡ് ആണ്. റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ കറണ്ട് ഒത്തിരി കൊടുക്കും. കറണ്ട് ഒത്തിരി കൊടുക്കുന്ന എന്ത് പറ്റും? സോ ഈ IC ഡാമേജ് ആയിട്ട് പോകും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറണ്ട് ലിമിറ്റിംഗ് പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു അറേഞ്ച്മെന്റ് ഇതിനകത്തുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു ക്യാരയാണ്. ഓക്കെ, അതായത് ഒരു ലിമിറ്റ് കറണ്ട് വരെ നമുക്ക് കറണ്ട് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ദെൻ ആ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കറണ്ട് കൂടത്തില്ല. അതെങ്ങനെ സാധ്യമാവും? അതെങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? എളുപ്പമായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ CL കറണ്ട് ലിമിറ്റ് എന്ന് പറഞ്ഞ പിന്നുണ്ട്, കറണ്ട് സെൻസ് എന്ന് പറഞ്ഞ പിന്നുണ്ട്. നമ്മൾ പിൻ ഡയഗ്രം നോക്കി നമുക്കറിയാൻ പറ്റും കറണ്ട് ലിമിറ്റും കറണ്ട് സെൻസും. ഈ രണ്ട് പിന്നിലിടയ്ക്ക് നമ്മുടെ RSE എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, CL-നും CS-നും ഇടയ്ക്ക് RSE എന്ന് പറയുന്ന റെസിസ്റ്റർ നമ്മളിവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ദെൻ നമുക്ക് ഈ കറണ്ട് ലിമിറ്റ് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, നമ്മൾ RSEയുടെ വാല്യൂ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് നമ്മൾ ഒരു എക്സസ് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഈ RSCക്കകത്ത് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അത് ഞാൻ വി സെൻസ് എന്ന് പറഞ്ഞെടുക്കുകയാണ്. ഈ വി സെൻസ് എന്ന് പറയുന്നത് Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിന്റെ ബേസ് എമിറ്റർ വോൾട്ടേജിലായിട്ട് പോകും. ഓക്കെ, സപ്പോസ് ഒരു എക്സസ് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വി സെൻസ് ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടോ, അതിന് വി സെൻസ് എന്ന് പറയും. സപ്പോസ് അതിന്റെ വാല്യൂ 0.5 വോൾട്ടേജിനെ കാട്ടിയും കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ Q2 കണ്ടക്ട് ചെയ്യും. ഈ ട്രാൻസിസ്റ്റർ Q2 കണ്ടക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ എറർ ആംപ്ലിഫൈ എന്ന് വരുന്ന കറണ്ട് ഈ Q1 പോകുന്നതിന് പകരം ഈ Q2 കയറി വരും. വിച്ച് മീൻസ് ഈ Q1 കണ്ടക്ടിവിറ്റി കുറയും. ഈ Q1 കണ്ടക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിനെ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ പർപ്പസ് ഇതാണ്. സപ്പോസ് നമ്മുടെ ലോഡ് എക്സസ് കറണ്ട് ഡിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ IC ലോഡ് കൊടുക്കും, കറണ്ട് കൊടുക്കും. പക്ഷെ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ലിമിറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ IC ഡാമേജ് ചെയ്യും. സോ നമ്മൾ IC 723 ICയിൽ ഈ CL എന്ന് പറയുന്ന പിന്നും 2ലും 3യും CLും CS എന്ന പിന്നിലേക്ക് നമ്മൾ RSC എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റർ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമുക്കൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് വരും? ഈ Q2 എന്ന് പറയുന്നതിനെ കണ്ടക്ട് ചെയ്യിപ്പിക്കും. കണ്ടക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഈ Q1 കണ്ടക്ടിവിറ്റി കുറയും. കണ്ടക്ട് കുറഞ്ഞാൽ കറണ്ടിനെ നമുക്ക് ലിമിറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, കണ്ടോ? ഈ ലിമിറ്റ് കൂടുതൽ കറണ്ട് ഈ ലിമിറ്റ് കൂടുതൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡ്രോപ്പ് സംഭവിക്കും. ഓക്കെ, ആ ഐ ലിമിറ്റിന് വാല്യൂ എന്ന് പറയുന്നത് വി സെൻസ് ബൈ RSC ആണ്. വി സെൻസ് എന്ന് പറഞ്ഞാൽ 0.5 വോൾട്ട്. നമ്മുടെ 0.5 വോൾട്ട് എത്തിയാൽ മാത്രമേ ഈ Q2 കണക്ട് ചെയ്യത്തുള്ളൂ. സോ വി സെൻസ് എന്ന് പറഞ്ഞാൽ 0.5 വോൾട്ട് ബൈ RSC. ഓക്കെ, സോ ഈ ഇത് പ്രകാരം നമുക്ക് RSCയുടെ വാല്യൂ നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ഇവിടെ കറണ്ട് ഫോൾഡ് പ്രൊട്ടക്ഷൻ, ഫോൾഡ് ബാക്ക് പ്രൊട്ടക്ഷൻ. നേരത്തെ നമ്മൾ കറണ്ട് ലിമിറ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, കറണ്ട് ലിമിറ്റ്. സപ്പോസ് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ലോഡിൽ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ വരികയാണെങ്കിൽ എക്സസ് കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്യും. അപ്പോൾ കറണ്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷെ കറണ്ട് ലിമിറ്റ് ചെയ്താൽ മാത്രം പോരാ. കാരണം പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് നമുക്ക് പവർ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ കറണ്ടിനെ ലിമിറ്റ് ചെയ്തിട്ട് മാത്രം പോരാ, വോൾട്ടേജും കൂടി നമുക്ക് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഒന്നിട്ട് പറയാം. സപ്പോസ് ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കറണ്ടിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല, വോൾട്ടേജും കൂടി നമുക്ക് ലിമിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഈ വോൾട്ടേജും കറണ്ടും കൂടി ലിമിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പവറിനെ മിനിമം ആക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് IC സേഫ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതാണ് കറണ്ട് ഫോൾഡ് ബാക്ക് നമുക്ക് ചെയ്യുക. കറണ്ട് ഫോൾഡ് ബാക്ക് എന്ന് വെച്ചാൽ കറണ്ടിനെ മാത്രമല്ല ലിമിറ്റ് ചെയ്യുന്നത്, പകരം വോൾട്ടേജിനെ കൂടി ലിമിറ്റ് ചെയ്യും. വോൾട്ടേജും കൂടി നമുക്ക് 0 ആക്കി കിട്ടും. ഓക്കെ, അതെങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, മറന്നുപോലെ കറണ്ട് ലിമിറ്റ് ആണെങ്കിൽ ജസ്റ്റ് അവിടെ ലിമിറ്റ് മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പവർ ലോസ് ഒന്നും നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സപ്പോസ് ഷോർട്ട് സർക്യൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ V ഇൻറ്റു I ആണ് കറണ്ട്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവർ എന്ന് പറയുന്നത്. സോ കറണ്ടിനെ മാത്രം ലിമിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ വി ഹാവ് ടു റെഡ്യൂസ് ദ വോൾട്ടേജ് ആൾസോ. സോ ദാറ്റ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ് യൂസിങ് ദ കറണ്ട് ഫോൾ ബാക്ക്. Okay, so this is the CARA of the current fallback circuit. Here ഈ നീ എന്ന് പറയുന്ന കട്ടിൻ വോൾട്ടേജ് കട്ടിൻ കറണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ കറണ്ട് മാത്രമല്ല കുറയും, വോൾട്ടേജും കൂടി നമുക്ക് കുറയും. ഇതാണ് ഫോൾഡ് ബാക്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിന്റെ ഒരു സർക്യൂട്ട് അറേഞ്ച്മെന്റ്. ഇതാണ്. ഓക്കെ, നേരത്തെ പോലെ തന്നെയാണ് നമ്മുടെ കറണ്ട് ലിമിറ്റ് പോലെ തന്നെയാണ്, വേറെ ഒരു വ്യത്യാസവുമില്ല. ഇവിടെ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ R3 R4 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റർ കൂടി ഇട്ടിട്ടാണ് നമ്മൾ CLലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇത്രയും പോർഷൻ മാത്രം ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് കിട്ടും. നേരത്തെ പോലെ തന്നെയാണ് RSC ഉണ്ട്, പക്ഷെ ഈ R3 R4 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ നെറ്റ്വർക്ക് കൂടി ഉണ്ട്. ഇതാ, ഇനി വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സപ്പോസ് ഈ ട്രാൻസിസ്റ്റർ എപ്പോഴാണ് കണക്ട് ചെയ്യുക? ഈ RSC എന്ന് പറയുന്ന റെസിസ്റ്റർ കൂടി നമ്മൾ സഫീഷ്യന്റ് കറണ്ട് നീ എന്ന് പറയുന്ന കറണ്ടിനെക്കാട്ടിലും കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ RSCക്ക് അക്രോസ് ആയിട്ട് നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അത് 0.5 എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ടാവും. ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? ഈ Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും. കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും എറർ ആംപ്ലിഫയർ എന്ന് പറയുന്ന കറണ്ട് ഈ Q1 മാത്രമായിക്കില്ല, Q2 കൂടി കയറിപ്പോകും. സോ Q1 കണ്ടക്ടിവിറ്റി കുറയും. സോ Q1 കൂടി കറണ്ട് കുറയാനായിട്ട് തുടങ്ങും. ഓക്കെ, സോ വിച്ച് മീൻസ് V1 കുറയും. V1 കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. ഓക്കെ, സോ ഇനി നോക്കിയേ, ഈ Q2 ബേസിലേക്ക് വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഈ Q2 ബേസ് ആണ് CL എന്ന് പറയുന്നത്. Q2 ബേസ് വരുന്ന വോൾട്ടേജ് എന്ന് പറയണേ ഈ V1 എന്ന് ഈ വോൾട്ടേജ് ഡിവൈഡ് ചെയ്തായിരിക്കും നമ്മുടെ CL എത്തുക, അതായത് Q2 ബേസ് എത്തുക.
സോ V1 into R4 by R3 plus R4 എന്ന് പറയുന്ന വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ 2ന്റെ ബേസിൽ എത്തുക, CL എത്തുക. അത് നമ്മുടെ എമിറ്റർ വോൾട്ടേജ് Q2ന്റെ എമിറ്റർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബേസിൽ വോൾട്ടേജ് വളരെ കുറവാണ്. ബേസിൽ വോൾട്ടേജ് എന്താ വരിക? V1 into R4 by R3 plus R4 എന്ന വോൾട്ടേജ് ആണ് ഇതിന്റെ ബേസിൽ വരിക. That base voltage is very low that compared to the emitter voltage. Okay, which means the Q2 still will be in conductivity mode. Okay, so Q2 വീണ്ടും കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. Q2 കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ which means ഈ ഇതിലൂടെ കൂടുതൽ കറണ്ട് വന്നുകൊണ്ടിരിക്കും. which means Q1 കറണ്ട് പോകുന്നത് തീരെ കുറയും. ഓക്കെ, സോ Q1 വരുന്ന കറണ്ട് കുറയാൻ മീൻസ് V1 കുറയും. V1 കുറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് സൈക്ലിക്കായിട്ട് പൊക്കോണ്ടേയിരിക്കും അണ്ടിൽ ഏതുവരെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ 0 ആവുന്നത് വരത്തേക്കും ഈ സൈക്കിൾ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ക്യാര നമുക്ക് കിട്ടുക. ഈ വോൾട്ടേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് മാത്രമല്ല നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിന് കുറഞ്ഞ് 0 വരെ എത്തും. ഓക്കെ, ഇതാണ് ഫോൾ ബാക്ക് പ്രൊട്ടക്ഷൻ. നമുക്ക് നോക്കുക, കറണ്ട് ലിമിറ്റ് ചെയ്യാന്നുള്ളതിൽ അത് എഫക്റ്റീവ് അല്ല. ആ കറണ്ട് ലിമിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വോൾട്ടേജ് കൂടി നമുക്ക് ലിമിറ്റ് ചെയ്യണം. അത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ R3 R4 എന്ന രണ്ട് റെസിസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കറണ്ട് ഫോൾ ബാക്ക് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടും. വിച്ച് മീൻസ് പവർ കൂടി നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ടോപ്പിക്കാണ് കറണ്ട് ബൂസ്റ്റിംഗ്. കറണ്ട് ബൂസ്റ്റിംഗ് നമ്മുടെ IC723ക്ക് 150 മില്ലി ആംപിയർ വരെ നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ചില പർപ്പസിൽ 150 മില്ലി ആംപിയർ പോരാ, കുറച്ച് കൂടുതൽ കറണ്ട് വേണ്ടി വരും. സോ അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് ഒരു പാസ് ട്രാൻസിസ്റ്റർ Q1 എന്ന് പറയുന്ന പാസ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെ സാധിക്കും നമുക്ക് നോക്കാം. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ബേസിലോട്ട് ഈ പാസ് ട്രാൻസിസ്റ്ററിന്റെ ബേസിലോട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതിന്റെ കളക്ടർ കറണ്ട് എന്താ വരിക? ഈ അൺറെഗുലർ പവർ സപ്ലൈ എന്നായിരിക്കും നമ്മുടെ കളക്ടർ കറണ്ട് നമുക്ക്. ഓക്കെ, സോ കളക്ടർ കറണ്ട് എന്തായിരിക്കും എപ്പോഴും? കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് ബേസ് കറണ്ട് ഇൻറ്റു ദ ഗെയിൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ ബീറ്റ. ഈ ബേസിൽ വരുന്ന കറണ്ടിനെ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും നമ്മൾ സാധാരണ കളക്ടർ കറണ്ട് കിട്ടുക. സോ IC എന്ന് പറയുന്നത് ബീറ്റ ഇൻറ്റു IB ആയിരിക്കും. ബേസിൽ വരുന്ന കറണ്ടിനെ ഈ ട്രാൻസിസ്റ്ററിന്റെ ഗെയിൻ ആയ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കളക്ടർ കിട്ടും. ഓക്കെ, സോ നമുക്ക് യൂഷ്വലി നമുക്കറിയാം കളക്ടർ കറണ്ടും എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് ഏകദേശം സെയിം ആയിരിക്കും. ഓക്കെ, സോ എമിറ്റർ കറണ്ട് ആണ് ലോഡ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് ബീറ്റ ഓഫ് ദി പാസ് ട്രാൻസിസ്റ്റർ ഇൻറ്റു I0. I0 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ IC ഔട്ട്പുട്ട് കറണ്ടിനെ ബീറ്റ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും നമുക്ക് ലോഡ് കറണ്ട് കിട്ടുക. ഇങ്ങനെ നമുക്ക് കറണ്ട് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് 10 ആംപിയർ വരെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഔട്ട്പുട്ട് കറണ്ടിനെ ഈ ഒരു പാസ് ട്രാൻസിസ്റ്ററിന്റെ ബേസിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗെയിനും കൂടി മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും നമ്മൾ സാധാരണ എമിറ്ററിൽ കിട്ടുക. സോ ബീറ്റ ടൈംസ് I0 അങ്ങനെ എനിക്ക് ലോഡ് കറണ്ടിൽ കിട്ടും. സോ ദാറ്റ് ആക്ട് ആസ് എ കറണ്ട് ബൂസ്റ്റർ.